ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളൊരു നമുക്കറിയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശീലമാണ്. പക്ഷേ ഏതാണ് സത്യത്തിൽ ലാഭം? നമുക്ക് പണം അല്ലെങ്കിൽ ഒരു കൂട്ടുപലിശയുടെയൊക്കെ ഒരു ലാഭം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കിട്ടും എന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. അപ്പം FD ആണോ അതേപോലെ തന്നെ ഡെപ്റ്റ് ഫണ്ടുകളാണോ ഏറ്റവും കൂടുതൽ ലാഭം നമുക്ക് നൽകുന്നത്? ഓക്കെ, നമ്മൾ ഒരു സിറ്റുവേഷൻ നോക്കണമെങ്കിൽ ബാങ്കിൽ FD ഇടുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് FD ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കിൽ ഇടണമെങ്കിൽ FD ഇടണമെങ്കിൽ ഇപ്പോഴത്തെ ആവശ്യത്തിൽ 6% ആയിരിക്കും നമ്മുടെ ആനുവൽ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അതിനേക്കാൾ കുറവായിട്ടുണ്ട് കുറച്ചുകൂടി. പക്ഷേ ഇത് തന്നെ നമ്മൾ കുറച്ചും കൂടി പ്രൈവറ്റ് ബാങ്കിലൊക്കെയോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ഇടണമെങ്കിൽ അതിൻ്റെ പലിശ കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ SBIയിൽ ഇടുന്ന FD ഇടുന്ന റിസ്ക് അല്ല നമ്മളൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഇടുമ്പോൾ ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് തന്നെ ആ പലിശയിലും വ്യത്യാസം ഉണ്ടാവും. ഇതാണ് നമ്മൾ നാഷണലൈസ്ഡ് ബാങ്ക് വെസേഴ്സ് ലോക്കൽ ബാങ്കുകളിൽ ഇടുമ്പോഴുള്ള പലിശയിലെയും റിസ്കിലെയുമുള്ള വ്യത്യാസം. ഇത് തന്നെയാണ് ഡെറ്റ് പേപ്പേഴ്സിലും. ഇപ്പോൾ കടപ്പത്രങ്ങളിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതും ഇനി കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ റിസ്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെഫിനറ്റ്ലി FDനേക്കാളും റിസ്ക് ഉണ്ടാവും. പക്ഷേ ഒരു നല്ല റെഗുലേഷനിൽ FDനേക്കാളും റിട്ടേൺ കിട്ടാനായിട്ട് ചാൻസ് മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഫണ്ടുകളുണ്ട്. പിന്നെ FDയിൽ ഇടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നിശ്ചിത കാലത്തേക്ക് ഇടണം. 6 മാസത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അത് ലോക്കിനാണ് ആ പൈസ. പക്ഷേ നമുക്ക് എടുക്കണമെങ്കിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു പെനാൽറ്റി കൊടുക്കണം എന്നുള്ളൂ. അങ്ങനെ എടുക്കാം. മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഫണ്ടിലാണെങ്കിൽ അങ്ങനെ ഒരു പെനാൽറ്റിയുടെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് ഏത് ഡെറ്റ് ഫണ്ടാണോ നമുക്ക് താല്പര്യമുള്ളത് അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അത്രയും കാലത്തിനുള്ള പലിശ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് ഡെറ്റ് ഫണ്ടിൽ ഇടുമ്പോഴുള്ള ഒരു ഗുണം പറഞ്ഞാൽ. ഈവൻ നമ്മുടെ ഒരു എത്ര കാലത്തേക്ക് ഇടണം എന്നുള്ള കാലാവധി അനുസരിച്ച് തന്നെ ഡെറ്റ് ഫണ്ടിൽ തന്നെ ഇപ്പോൾ ഈ ഓവർനൈറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫണ്ടുകളുണ്ട്. അതൊക്കെ സേവിങ്സ് അക്കൗണ്ടിന് സമാനമാണ്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ അതിൽ കിട്ടും. സേവിങ്സ് അക്കൗണ്ടിൽ ചിലപ്പോൾ 2% കിട്ടുന്ന സമയത്ത് ഇതിലൊരു 3% മുകളിൽ റിട്ടേൺ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ലിക്വിഡ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ 3-4% റിട്ടേൺ കിട്ടും. ഇനി നമ്മൾ FD ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈവൻ കുറച്ചും കൂടി റിസ്ക് കൂട്ടെടുക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടുകളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കമ്പനികളിലേക്ക് കടപ്പത്രങ്ങൾ ഇറങ്ങുമല്ലോ, അങ്ങനത്തെ ഇന്ത്യയിലത്തെ കടപ്പത്രങ്ങളിൽ സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ ഫണ്ടുകളാണ് കോർപ്പറേറ്റ് ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ വേറെ കുറേ കോർപ്പറേറ്റ് ഡെറ്റ് ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെറ്റ് ഫണ്ടുകളെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന FDനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടും. ഇനി FDയിൽ പൈസ ഇടണമെങ്കിൽ എല്ലാ വർഷവും നമുക്ക് എത്രയാണോ ഇൻട്രസ്റ്റ് വരുന്നത് അതിന് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. എസ്പെഷ്യലി നമ്മുടെ ഇൻകം 12 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, 12 ലക്ഷത്തിന് ഇടയിലാണെങ്കിൽ അത് നമ്മുടെ ടാക്സ് ഫ്രം സാലറി ആൻഡ് അതർ ഇൻകത്തിൽ പോയിക്കോളൂ. അപ്പോൾ നമുക്ക് ടാക്സ് കൊടുക്കണ്ട, കാരണം 12 ലക്ഷത്തിൽ താഴെയുള്ളൂ. ഈവൻ ഡെറ്റ് ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അതും ഈ കൂട്ടത്തിൽ തന്നെ പെടും. പക്ഷേ നമുക്ക് 12 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ടാണെന്നുണ്ടെങ്കിൽ 3 വർഷം വരെ ഡെറ്റ് ഫണ്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ടാക്സിലൊരു കുറവുണ്ടായിരുന്നു. ഇപ്പം അതില്ല. അത് രണ്ടിടത്തും ഡെറ്റിലാണെങ്കിലും ഡെറ്റ് ഫണ്ടിലാണെങ്കിലും FDയിലാണെങ്കിലും ഒന്ന് തന്നെയാണ്. പക്ഷേ ഡെറ്റ് ഫണ്ടുകളിൽ തന്നെ വേറെ ടൈപ്പ് ഓഫ് ഫണ്ടുകളുണ്ട്. ഫണ്ട് ഓഫ് ഫണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഇൻകം ആർബിട്രേജ് ഫണ്ട് എന്നൊക്കെ പറയും. അത്തരം ഫണ്ടുകളാണ് ഇടുന്നുണ്ടെങ്കിൽ 2 വർഷം വരെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എസ്പെഷ്യലി ഇത്തിരി ഇൻകം ഉള്ള ആൾക്കാർ HNI ഗ്രൂപ്പുകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഫണ്ടാണ്. നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ 2 വർഷം വരെ നമ്മൾ ഈ ഫണ്ടിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് വിൽക്കുന്ന സമയത്ത് നമുക്കത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഏകദേശം 1.25 ലക്ഷം രൂപ വരെയുള്ള ഇൻട്രസ്റ്റിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അത് ഇക്വിറ്റി ടാക്സേഷനിൽ വരും. 1.25 ലക്ഷത്തിന് കഴിഞ്ഞിട്ടുള്ള ടാക്സേഷൻ എന്ന് വെച്ചാൽ 12% മാത്രം കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഒരു HNI കാറ്റഗറിക്കൊക്കെ കുറച്ചും കൂടി ടാക്സ് എഫിഷ്യൻ്റ് ആണ് ഈ പറഞ്ഞ ഡെറ്റ് ഫണ്ട്, ഈ പർട്ടിക്കുലർ ഇൻകം പ്ലസ് ആർബിട്രേജ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടുകൾ. പിന്നെ ബാങ്ക് FDക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ടാക്സ് കൊടുക്കണം. ഡെറ്റ് ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ വിൽക്കുന്നത് ആ സമയത്ത് ടാക്സ് കൊടുത്താൽ മതി. അതും ഒരു പ്രോഫിറ്റാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു 3 കൊല്ലത്തേക്കോ 6 കൊല്ലത്തേക്കോ FD ആയിട്ട് ഇട്ട് വയ്ക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടാവാം. അവർക്കൊക്കെ എല്ലാ വർഷവും നമ്മൾ ടാക്സ് കൊടുക്കണം. എസ്പെഷ്യലി NRIക്കാണെങ്കിൽ കൊടുക്കണ്ട, അല്ലെങ്കിൽ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് കൊടുക്കണം. അതിന് പകരം
ഈ സെയിം പീരീഡിലേക്ക് ഈ ഏതാണോ ഡെറ്റ് ഫണ്ട് എന്നിട്ട് നമ്മൾ കണക്കാക്കി വെച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ വിൽക്കുന്നത് അന്ന് ടാക്സ് കൊടുക്കുക. അപ്പോൾ ആ എല്ലാ വർഷമുള്ള 30% ടാക്സ് കൊടുക്കണം. പക്ഷേ ആ പൈസയും കൂടി അക്യുമുലേറ്റ് ആവാനായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. ആ വർഷങ്ങളിൽ ടാക്സും കൊടുക്കേണ്ട, അതും ഒരു അഡ്വാൻറ്റേജ്. ഇതാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഡെറ്റ് ഫണ്ടാണോ FD ആണോ നല്ലതെന്നുള്ളൊരു ആൻസർ ഇല്ല. പക്ഷേ ഈ നമ്മൾ പറഞ്ഞ സ്വഭാവങ്ങളനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഏതാണ് വേണ്ടതെന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടെ ഇത്ര രൂപയുണ്ടെന്ന് മനസ്സിലാക്കുകയും അത് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എക്സ്പീരിയൻസ് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.